പുതിയൊരു കോഴാരോപണം വന്നിട്ടുണ്ട്. സ്വാഭാവികം. അപ്പം നമ്മൾ വിചാരിക്കും ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ അങ്ങനെ ആവുന്നു. നെഹി, ആരോപണ വിധേയരുടെ സ്ഥാനത്ത് എപ്പോഴത്തെയും പോലെ ഇടതുപക്ഷക്കാരാണ്. കോഴ വാങ്ങിയത് എന്ത് പറഞ്ഞാ അങ്ങ് PSCയിൽ അംഗത്വം കൊടുക്കാന്ന് പറഞ്ഞ്. PSCയിൽ അംഗത്വം വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംറേഡ്സിന് അതൊക്കെ നിസ്സാരം. ജസ്റ്റ് കോംറേഡ് തിങ്സ്. PSCയിൽ അംഗാക്കാന്ന് പറഞ്ഞ് കോഴ വാങ്ങുന്ന ഒരു പുതിയ ആരോപണം വന്നിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിലുള്ള പിള്ളേര് ജോലി കിട്ടാണ്ട് തെരുവിൽ കിടന്ന് സമരം ചെയ്യുമ്പോൾ അതിലേക്ക് അംഗാക്കാന്ന് പറഞ്ഞ് കോഴ വാങ്ങണത് ഭയങ്കര രസമല്ലേ? ചില കോംറേഡ്സിന് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നാണ് പലരും പറയണത്. ചില ബാങ്കുകളിലൊക്കെ അല്ലെങ്കിൽ ചില കോളേജുകളിലൊക്കെ നിയമനത്തിന് ജോലിക്ക് കോഴ വാങ്ങുക എന്ന് കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാകേണ്ടുന്ന ഏജൻസി PSCയിൽ മെമ്പർമാരാകുവാൻ വരെ തലയെണ്ണി പണം വാങ്ങുന്ന ഒരു സംസ്കാരം കോഴിക്കോട്ടെ യുവാവായ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ മന്ത്രിയുടെ വളരെ വിശ്വസ്തനായ ഒരു DYFIയുടെ പ്രധാനപ്പെട്ട ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് നടത്തിയതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കോഴിക്കോട്ടെ യുവാവായ മന്ത്രി അതാരാണപ്പാ? എന്തായാലും PSCയിലൊക്കെ അംഗത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആള് നിസ്സാരക്കാരനായിരിക്കില്ലല്ലോ. ആരാണ് അയാൾ? കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെയാണ് ആരോപണം. മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ട് PSC അംഗത്വം ഉറപ്പാക്കുന്നു പറഞ്ഞ് 22 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആരോപണം. എന്നാലും റിയാസ് ഏട്ടനെതിരെ തന്നെ എപ്പോഴും ഇങ്ങനെ ആരോപണം വരുന്നത് എന്താണാവോ? എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള ഇപ്പൊ തൊട്ടു മുൻപാണ് ബാറുകളുടെ ഡ്രൈ ഡേ ഒഴിവാക്കുവാൻ വേണ്ടി പണം വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്? തുടർച്ചയായി ശ്രീ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതിനെപ്പറ്റി മന്ത്രി തന്നെ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതെ, പ്രതികരിക്കും. ഞങ്ങളുടെ റിയാസേട്ടൻ ഇതിനെതിരെ ആഞ്ഞടിക്കും. നോക്കിക്കോ. അല്ലേ, മാന്യന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ആ മന്ത്രിയല്ല മറുപടി പറയേണ്ടത്, ഈ മന്ത്രിയാ. പറയേ, ആഞ്ഞടിക്കേ. പറഞ്ഞല്ലോ. അറിയില്ല എന്താന്നറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാ ആഞ്ഞടിക്കല്. എങ്ങനെയുണ്ട്? അറിയില്ല എന്ന് പറഞ്ഞില്ല, വിഷയം അറിയില്ല. വേറെന്തെയുണ്ടോ? വേറെന്തെങ്കിലും രാഷ്ട്രീയ കാര്യം ഉണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഈ മിനിസ്റ്റർ പരാതി കൊടുത്തു. അറിയില്ല. റിയാസേട്ടന്റെ കണ്ണിൽ PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങണതൊന്നും അത്ര വലിയ കാര്യമില്ലെന്നേ. അതുകൊണ്ടാ പ്രതികരിക്കാത്തത്. അല്ലെങ്കിൽ എല്ലാത്തിനും ശരിയാക്കി തന്നെ. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. CPIമിന് ഇവിടെ എന്ത് ചെയ്യാനും അവകാശമുണ്ട് മിച്ചർ. അത് നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ലേ? പാട്ടെ പറ്റി. കോംറേഡ്സിന് ഒരു നിയമം, മറ്റുള്ളവർക്ക് വേറെ നിയമം. അതാണ് ഇവിടുത്തെ ഒരു രീതി. മന്ത്രി റിയാസിന്റെ അയൽക്കാരനാണ് CPIM നേതാവായ പ്രമോദ് കോട്ടൂളി. പുള്ളിയാണ് മുഹമ്മദ് റിയാസിന്റെ പേരും പറഞ്ഞ് കാശ് വാങ്ങിയതെന്നാണ് പരാതിക്കാർ പറയണത്. പ്രമോദ് കോട്ടൂളി അതേതാണ് യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ. അടുത്തതായി രംഗത്തെത്തുന്നു പ്രമോദ് കോട്ടൂളി. പറയ് സഖാവേ, എന്താണ് സംഭവം? മൊത്തം ലക്ഷങ്ങളുടെ കണക്കാണല്ലോ പരാതിയിൽ പറയണത്. അല്ല, പാർട്ടി പറയട്ടെ. പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നല്ലേ? ഞാൻ ഇപ്പം എൻ്റെ വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ നടപടിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതാക്കിയത്. നിങ്ങൾ സഹകരിക്കും. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. ജപ്തി വക്കത്ത് നിൽക്കുന്ന ഈ പാവം മനുഷ്യനോട് നിങ്ങൾക്കൊക്കെ എങ്ങനെയാ ലക്ഷങ്ങളുടെ കാര്യം ചോദിക്കാൻ പറ്റണേ? അതുകൊണ്ട് എല്ലാവരും ഒന്ന് വഴിമാറി നിൽക്കൂ സൈഡ് പ്ലീസ്. അല്ലാതെ എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാനും ഇത് ഇങ്ങനെ അത്രമാത്രം ഒരു PSC അംഗത്തിന് എന്താ പറയുക, അതല്ലേ, അതിന് മാത്രം വലിയൊരു നേതാവ് കൂടിയല്ലേ ഞാൻ. സാധാരണ ഒരു മനുഷ്യനാണ്. സംഘടനാ പ്രവർത്തനത്തിന് ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യനാണ്. സാധാരണ നമ്മളിങ്ങനെ വിഷമം ഉണ്ടാവില്ലേ? അതെ, സാധാരണ ഒരു മനുഷ്യനാണ്. ഒറ്റ കാര്യമുള്ളൂ, പാർട്ടിയിൽ കുറച്ച് ചുമതലകളുണ്ട്. അതിൻ്റെ ഇടയിൽ PSCയിൽ അംഗത്വം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്നുള്ള പരാതി ഡോക്ടർ ദമ്പതിമാർക്ക് എങ്ങനെ കൊടുക്കാൻ തോന്നി? അതും പാർട്ടിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുന്നു. കഷ്ടമുണ്ട് കേട്ടോ. ആരോപണത്തെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക്? ഞാൻ അതിനെ പറ്റി അറിയില്ല. അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയാ? റിയാസേട്ടന്റെ ഫ്രണ്ട് എന്നെ എന്ത് ചോദിച്ചാലും അറിയില്ല. CPM നേതാക്കളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഒന്നും തന്നെ കേരളത്തിൽ അന്വേഷിക്കുന്നില്ല. അതാണ് ഇതിനെല്ലാം കാരണം. PSC തട്ടിപ്പ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാവിലേക്കാണ്, മുഖ്യമന്ത്രിയുടെ ബന്ധുവിലേക്കാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട്.
20 ലക്ഷം PSC അംഗത്വം കിട്ടാൻ, 2 ലക്ഷം ബാക്കി അല്ലറ ചില്ലറ ചെലവുകൾക്കെന്ന് പറഞ്ഞാണ് പരാതിക്കാരുടെ നിന്ന് ഈ പറഞ്ഞ കൊമ്രേഡ് കാശ് വാങ്ങിയത്. PSC അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തു. എന്നാ അത് കൊടുത്തോ? ഇല്ല. കുഴ കൊടുത്തവരും കുഴ വാങ്ങിയവരും ഒക്കെ കണക്കന്നെ. ഈ തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് എന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. പാവർ റിയാസേട്ടൻ ഒന്ന് തീരുമ്പോ അടുത്തതുപോലെ റിയാസേട്ടന് മാത്രം എന്താ ഇങ്ങനെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കണത്? ആർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? PSC നിയമനത്തിന് വേണ്ടി കോഴ വാങ്ങിയെന്നുള്ള സംഭവം അതീവ ഗൗരവതരമായൊരു കാര്യമാണ്. കേരളത്തിൽ നടക്കുന്ന ഇത്തരം വൃത്തികേടുകൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കോഴ കൊടുത്ത് വരുന്നവർ എന്തായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് CPM പ്രാദേശിക നേതൃത്വമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ കാര്യത്തിൽ CPM നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരണം. ഇതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തയ്യാറാവട്ടെ. വസ്തുതകൾ പുറത്തു വരട്ടെ. അന്വേഷിക്കണം എന്നുണ്ടായിരുന്നു. എന്താ ചെയ്യാ? പരാതി ഇപ്പല്ലേ കിട്ടിയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇപ്പോഴാണ് പരാതി കിട്ടിയതെങ്കിൽ പരാതിക്കാരുടെ മൊഴി അതിനു മുമ്പേ പോലീസ് എടുത്തത് എന്തിനാ? എല്ലാ കാര്യവും പാർട്ടി അന്വേഷിക്കുന്നു ഗോവിന്ദ മാഷ് പറഞ്ഞത് എന്തിനാ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിച്ചത്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിക്കണ്ട. അല്ല പിന്നെ ഇപ്പോൾ പൊതുവേ നമ്മൾ എടുത്തു പരിശോധിച്ച് നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന ആരോപണങ്ങൾ ഒരു കാര്യവുമില്ലാതെ എന്നെ വ്യക്തിപരമായി വലിച്ചെടുക്കുന്നു. പിന്നീട് ആ വിഷയങ്ങളിൽ എവിടെ എത്താതെ പോകുന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. എന്നെ വലിച്ചഴിച്ചതിൽ ഒരു വസ്തുതയുമില്ല എന്ന് ബോധ്യമാവുന്നു. ഇതന്നെയാണല്ലോ നേരത്തെയും പറഞ്ഞത്. ഈ വിഷയം പോട്ടെ, തുടർച്ചയായി റിയാസേട്ടന്റെ പേരിൽ മാത്രം എങ്ങനെയാ ഇതുപോലെ ആരോപണങ്ങൾ വരുന്നത്? പിന്നെ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ PSCയുടെ വിശ്വാസ്യത തന്നെ തകർക്കണ കാര്യല്ലേ? അപ്പൊ കൃത്യമായിട്ട് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം റിയാസേട്ടൻ ഉണ്ടല്ലോ. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞല്ലോ, പറയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെ അതെ, മറുപടി പറഞ്ഞു. അറിയില്ല എന്നല്ലേ? ഫ്രഷേ. എന്നാലും PSC വരെ വിറ്റ് കാശാക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കാണാവോ? പാർട്ടി അന്വേഷണമൊക്കെ സമഗ്രമായി നടക്കണ സ്ഥിതിക്ക് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള ക്യാപ്സ്യൂളും കൊണ്ട് എല്ലാവരും എപ്പോഴാ വരണേന്നുള്ളത് മാത്രമേ ഇനി കണ്ടറിയാനുള്ളൂ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.